നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രസംഗത്തിനിടയിൽ ബിസിനസ്സുകാരെ തെണ്ടികളെന്ന് വിളിച്ച ബിസിനസ് മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കോഴിക്കോടിലെ ബിസിനസ്സുകാർക്ക് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ്. യൂട്യൂബ് തുറന്നാൽ പോലും പ്രശസ്ത ബിസിനസ് ട്രെയിനർ ഡോക്ടർ അനിൽ ബാലചന്ദ്രന്റെ തെറിയഭിഷേക വീഡിയോകൾ തലങ്ങും വിലങ്ങും കാണാം. റോട്ടറി ഇന്റർനാഷണൽ സംഘടിപ്പിച്ച പരിപാടിയാണ് പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കിയത്. ഈ വിഷയത്തിൽ പരിപാടി നിർത്തിവച്ചതുമായി ബന്ധപ്പെട്ട് സംഘാടകരുടെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടിയിൽ ആള് കുറവെന്ന് പറഞ്ഞ് അനിൽ ബാലചന്ദ്രൻ ഹോട്ടലിൽ നിന്ന് വരാൻ തയ്യാറായില്ല എന്നാണ് സംഘാടകർ പറയുന്നത്. 1 മണിക്കൂറോളം വൈകിയാണ് പരിപാടി തുടങ്ങിയത്. എന്നാൽ സംസാരത്തിനിടെ തുടർച്ചയായി അസഭ്യവാക്ക് ഉപയോഗിച്ചതോടെ വ്യാപാരികൾ ഇടപെട്ട് പരിപാടി നിർത്തിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് നടന്ന റോട്ടറി ഇന്റർനാഷണൽ മെഗാ ബിസിനസ് കോൺക്ലേവിലാണ് അനിൽ ബാലചന്ദ്രൻ തുടർച്ചയായി അസഭ്യവാക്ക് ഉപയോഗിച്ചത്. ഇതോടെ സദസ്സിൽ ഉണ്ടായിരുന്നവർ ബഹളം വെച്ചു. അനിൽ ബാലചന്ദ്രനെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. തുടർന്ന് പരിപാടി നിർത്തിവെപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു അനിൽ ബാലചന്ദ്രന്റെ സംസാരം. കസ്റ്റമറുടെ പിറകെ തണ്ടാൻ നാണമില്ലേ എന്ന് പറഞ്ഞാണ് അനിൽ ബാലചന്ദ്രൻ അധിക്ഷേപം തുടങ്ങിയത്. തുടർന്ന് വ്യവസായികളെ തെണ്ടികളെന്ന് വിളിച്ച് തെറിവിളി തുടർന്നതോടെയാണ് കേട്ടുനിന്നവർ പ്രതിഷേധിച്ചത്. പരിപാടിക്കെത്തിയവർ ബഹളം വച്ചതോടെ സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവെപ്പിക്കുകയായിരുന്നു. സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ അനിലിനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. കാറ് തടഞ്ഞു വെച്ചും മാപ്പ് പറയണമെന്ന് ബിസിനസ്സുകാർ ആവശ്യപ്പെട്ടു. മെയ് 21, 22 ദിവസങ്ങളിലായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ റോട്ടറി ഇന്റർനാഷണലിലെ മെഗാ ബിസിനസ് കോൺക്ലേവ് നടന്നത്. പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ സംഘാടകർ ഇടപെടുകയായിരുന്നു. പിന്നീട് പരിപാടി നിർത്തിവെച്ചു. കസ്റ്റമറുടെ പിറകെ തണ്ടാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം തുടങ്ങിയത്. തുടർന്ന് വ്യവസായികളെ തെണ്ടികളെന്ന് വിളിച്ച് തെറിവിളി തുടർന്നതോടെ കേട്ടുനിന്നവരുടെ നിയന്ത്രണം നഷ്ടമായി. പിന്നീട് പ്രതികരിക്കാൻ തുടങ്ങി. ഇതിനുശേഷവും തന്റെ കലിപ്പ് തീരണ വരെ നാണം കെടുത്തുമെന്ന് വ്യക്തമാക്കി ഇയാൾ. പിന്നാലെയായിരുന്നു ശ്രോതാക്കൾ മുകളിലേക്ക് വന്ന പ്രസംഗം നിർത്താൻ ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് VD ബൽറാം അടക്കമുള്ളവർ രംഗത്തെത്തി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഫല വിവാദ വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ബൽറാമിന്റെ പ്രതികരണം. അനിൽ ബാലചന്ദ്രനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയാണ് ബൽറാം പങ്കുവച്ചത്. കേട്ടിരിക്കുന്ന ആളുകളെ തെറിവിളിച്ച് മോട്ടി വിഷം വാരി വിതർന്ന അനിൽ ബാലചന്ദ്രന് 1.5 മണിക്കൂറിന് 4 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുമ്പോൾ ഗഹനമായ പഠനങ്ങളുടെയും മൗലികമായ വീക്ഷണങ്ങളുടെയും പിൻബലത്തിൽ 2 മണിക്കൂർ പ്രഭാഷണം നടത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് 2400 രൂപ പ്രതിഫലം നൽകിയ സാഹചര്യം ഉണ്ടായതിൽ കേരളം ആശങ്കപ്പെടണമെന്നാണ് ബൽറാം വിവരിച്ചത്. ഒരു സമൂഹമെന്ന നിലയിൽ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ഒരു കാരണം ഇതാണെന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് വിഷയത്തിനും പ്രഭാഷണത്തിനുമുള്ള മൂല്യവ്യത്യാസത്തെ ഒരു പരിധിവരെ ഉൾക്കൊള്ളാനാവുന്നുണ്ട്. എന്നാൽ വ്യക്തിപരവും വളർച്ചയും പൊതുവായ സാമൂഹിക കാര്യങ്ങളും തമ്മിൽ താരതമ്യമുണ്ടാവുമ്പോൾ മലയാളികൾ ഓരോന്നിനും നൽകുന്ന വെയിറ്റേജ് തീർച്ചയായും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഒരു സമൂഹമെന്ന നിലയിൽ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ഒരു കാരണം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.